LP-UP പരീക്ഷ ഈ വരുന്ന മെയ് 18-ന്. പേടിച്ചുപോയോ? പേടിക്കണ്ട. ഞാൻ പറഞ്ഞത് കോമ്പറ്റീറ്റീവ് ട്രാക്കർ നടത്തുന്ന ഓഫ്ലൈൻ LP-UP സൗജന്യ OMR പരീക്ഷയെ കുറിച്ചിട്ടാണ്. ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷ എഴുതി പരിശീലിക്കുന്നതിനായി തികച്ചും PSC മാതൃകയിൽ തന്നെ കോമ്പറ്റീറ്റീവ് ട്രാക്കർ നടത്തുന്ന ഓഫ്ലൈൻ എക്സാം. ഈ ഒരു ഓഫ്ലൈൻ സെഷന് രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്. അതുകൊണ്ട് തന്നെ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എല്ലാവരും നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും ഈ ഒരു പരീക്ഷ എഴുതാനുള്ള അവസരം. അപ്പോൾ എല്ലാവരും രജിസ്റ്റർ ചെയ്യുക. നമുക്ക് കാണാം. ഹലോ, നമസ്തേ. കോമ്പറ്റീറ്റീവ് ക്രാക്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. JLTയുടെ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളുമായിട്ടാണ്, ഹിന്ദിയുടെ ചോദ്യോത്തരങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലൂടെ ജസ്റ്റ് ഒന്ന് കടന്നു പോകാം. ചിലപ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകുന്ന ചില ക്വസ്റ്റ്യൻസ് അല്ലേ, ഇതൊന്നും വരില്ല, വലിയ പ്രാധാന്യമുള്ളതൊന്നും അല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഏത് മാറ്റി വയ്ക്കുന്നുവോ അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ എവിടെയെങ്കിലും നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇത് നമുക്ക് കിട്ടാൻ പോകുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇൻമേ കോൺസി വിശേഷത പ്രഗതിവാദി കി ഹെ, ഇതിലേത് വിശേഷതയാണ് പ്രഗതിവാദത്തിന്റെ? അതിരഞ്ജിത് കൽപ്പന, സാമാജിക് ചേതന, രഹസ്യവാദി പ്രവൃത്തിയ, ഭക്തിപരക് പ്രവൃത്തിയോ, ഏതാണ് ഇതിൽ വരിക പ്രഗതിവാദിന്റെ വിശേഷതയായിട്ട്? നോക്കാം നമുക്ക് ഏതാന്ന്. യെസ്, ഓപ്ഷൻ ബി ആണ് സാമാജിക് ചേതന. सुमित्रानंदन पंत का काव्य लोकायतन में एक युग प्रवर्तक का वर्णन है, वे कौन है? ഇത് മിക്കപ്പോഴും നമ്മൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കിട്ടുന്ന ഒരു ചോദ്യമാണിത്. സുമിത്രാനന്ദൻ പന്തിന്റെ ലോകായത്തൻ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ അതിനകത്ത് നമ്മൾക്ക് മനസ്സിലാക്കാം. സുമിത്രാനന്ദൻ പന്താണ് അതിന്റെ കർത്താവെന്നും ലോകായത്തനാണ് കൃതിയുടെ പേരെന്നും അതിൽ ഒരു യുഗപ്രവർത്തകനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ മൂന്ന് കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് കിട്ടും. അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. മനസ്സിലായോ? ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ്റെ അകത്തുനിന്ന് നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടും അങ്ങനെ പഠിച്ചു വെക്കുമ്പോൾ നമ്മളതങ്ങ് ഓർത്ത് വെക്കുക. സുമിത്രാനന്ദൻ പന്ത്, ലോകായത്തൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ദ യുഗപ്രവർത്തക്. ആരാണത് നോക്കാം. എ സ്വാമി വിവേകാനന്ദ്, ബി അബ്രഹാം ലിങ്കൺ, സി മഹാത്മാഗാന്ധി, ഡി സർദാർ വല്ലഭായ് പട്ടേൽ. ആരാണ് നമുക്ക് നോക്കാം. ആരാണ്? ഓപ്ഷൻ സി മഹാത്മാഗാന്ധി. ഓക്കെ അല്ലേ? പെർസെന്റ് കാ ഹിന്ദി ശബ്ദ, പെർസെന്റ് കാ ഹിന്ദി ശബ്ദ പ്രതിശത, പ്രതിമാൻ, പ്രതിലോം, പ്രതിലേഖ. പലതും നമ്മൾ കേട്ട് പഠിച്ചിട്ടുണ്ടാവും. എന്താണ് പെർസെൻറ്റേജ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പെർസെന്റ് എന്ന് പറയുന്ന ആ വേർഡിന്റെ ഹിന്ദി ശബ്ദം ഏതാണ്? പരിഭാഷ ഏതാണ്? ഏതാണ് പരിഭാഷ? പ്രതിശത്. ഓക്കെ, ഉച്ചാरण स्थान को दृष्टि से जा किस वर्ग में है? उच्चारण ज ആണ് കേട്ടോ. ജ. उच्चारण स्थान की दृष्टि से ज किस वर्ग में है? എ ഓഷ്ട്യ, ബി മൂർധന്യ, സി താലവ്യ, ഡി കാകല്യ. നമ്മൾ എന്താ പറയാ, നമുക്കറിയാലോ അല്ലേ? ഖണ്ഡങ്ങൾ കൊണ്ട് പറയുന്നത്, ഓഷ്ട്യം കൊണ്ട് പറയുന്നത്, താലുക്കൾ കൊണ്ട് പറയുന്നത്, ദന്ത്യം കൊണ്ട് പറയുന്നത്, മൂർധന്യാവസ്ഥയിൽ നാക്ക് കുറച്ചുകൂടെ മുന്നോട്ടൊക്കെ തള്ളി അല്ലേ, ഉള്ളിൽ തന്നെ തള്ളി, അങ്ങനെ പറയുന്ന പല രീതിയിലാണ് നമ്മൾ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നതാണ് ഉച്ചാരൺ സ്ഥാൻ കി ദൃഷ്ടി സെ ജ ഏത് വർഗത്തിലാണ് പെടുന്നത്? താലവ്യ. ഓക്കെ, താലവ്യയിലാണ്. ഇൻമേ സ്ത്രീലിംഗ ശബ്ദ കോൺസാ ഹെ, ഇതിൽ സ്ത്രീലിംഗ ശബ്ദം ഏതാണ്? എല്ലാം നോക്കുക. എ പാനി, ബി ദഹി, സി മോത്തി, ഡി വാണി. എല്ലാം ഈയിൽ അവസാനിച്ചിരിക്കുകയാണ്. ഈയിൽ അവസാനിക്കുന്ന എല്ലാ വാക്കുകളും തന്നെ സ്ത്രീലിംഗമാണെന്നാണ് വെപ്പ്. ഈയിൽ അവസാനിക്കുന്ന എല്ലാ ശബ്ദങ്ങളും സ്ത്രീലിംഗ ശബ്ദങ്ങളാണ്. നമ്മൾ പഠിച്ചു പോകുമ്പോൾ അങ്ങനെ പെട്ടെന്ന് പഠിച്ചു പോകും. പക്ഷേ പാനി, ദഹി, മോത്തി, ഘീ, ആദ്മി, ജി, പഞ്ചി, പക്ഷി ഇവയെല്ലാം പുല്ലിംഗ ശബ്ദങ്ങളാണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇതിൽ എന്തൊക്കെയുണ്ട്? പാനിയുണ്ട്, ദഹിയുണ്ട്, മോത്തിയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അത് മൂന്നും പുല്ലിംഗ ശബ്ദമാണെന്ന്? അപ്പൊ ഏതാ അതിനകത്ത് സ്ത്രീലിംഗ ശബ്ദം? വാണി. ഓർത്തിരിക്കുക, പാനി. ഇങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈയിൽ അവസാനിക്കുന്ന എല്ലാ ശബ്ദങ്ങളും സ്ത്രീലിംഗങ്ങളായിരിക്കെ പാനി, ദഹി, മോത്തി, ഘീ, ആത്മി, ജി, ജീമനെ മനസ്സ് കേട്ടോ. അല്ലാണ്ട് ബഹുമാന സൂചകമായി നമ്മൾ ജി ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഇതിപ്പോ മനസ്സെന്നുള്ള രീതിയിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ.
ഓക്കെ, ആ മീനിങ്ങിലാണ് ജി. ദെൻ പക്ഷി, പഞ്ചി, ഇവയെല്ലാം പുല്ലിംഗ ശബ്ദങ്ങളാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞതിൽ ആദ്യത്തെ 3 വന്നിട്ടുണ്ട്. വരാത്തത് ഏതാ? വാണി. വാണിയാണ് ഏത്? സ്ത്രീലിംഗ ശബ്ദം. ഓക്കെ, യെസ്. അപ്പോ JLT നമ്മൾ എന്തൊക്കെ പഠിക്കണം അല്ലെ? പഠിക്കേണ്ട കുറച്ച് മാത്രമാണ് കേട്ടോ നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്നത്. ഇവിടെ നമ്മൾ JLTയുടെ ക്ലാസ്സുകളൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്, കുട്ടികൾ ചേരുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, മാർക്ക് വാങ്ങിക്കുന്നുണ്ട്, ജയിക്കുന്നുണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പഠിക്കാൻ വൈകി പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പഠനം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ. പഠിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക, പഠിച്ചു മുന്നേറുക, നല്ലൊരു ഭാവി കൈക്കലാക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യൂ. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഇവിടെ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾക്ക് നോട്ട്സ് കൊടുക്കുന്നുണ്ട്. നമ്മൾ എന്താ പറയുക, PDF നോട്ട്സ് ഉണ്ട്. അത് കൂടാണ്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള ആളുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാത്തിനും ടെസ്റ്റുകളൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അതിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അപ്പൊ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങാത്ത കുട്ടികളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക, ചേരുക. ഈ നമ്പറിൽ വിളിക്കൂ. എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ നമ്പറിൽ വിളിച്ചോളൂ. 8589083568 എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കൂ, നിങ്ങൾ ചേരൂ, പഠിച്ചു തുടങ്ങും. ഓക്കെ, അപ്പൊ നമുക്ക് പഠിച്ചു തുടങ്ങാം. ഗരീബോം കോ കുച്ച് ദേ ദേന. യഹാം കുച്ച് ശബ്ദ ക്യാ ഹെ? ദരിദ്രർക്ക് എന്തെങ്കിലും കൊടുക്കുക, കുച്ച് കുറച്ചെന്തെങ്കിലും കൊടുക്കുക എന്ന് പറയുന്ന ശബ്ദം എന്താണ്? പ്രശ്നവാചക സർവനാം. ഓപ്ഷൻ എ, ബി അനിശ്ചയവാചക സർവനാം. ഓപ്ഷൻ സി നിശ്ചയവാചക സർവനാം. ദെൻ ഡി നിജവാചക സർവനാം. ഇത് നിശ്ചയവാചകം എന്നാണ് കേട്ടോ, നിശ്ചയവാചകം എന്നാണ്, നിശ്ചയവാചകാണ് കേട്ടോ. അത് ചെറിയൊരു മിസ്റ്റേക്ക് ആട്ടെ. നിശ്ചയവാചക സർവനാം, നിജവാചക സർവനാം. ഏതാണ് ഇതിന്റെ ആൻസർ? ഏതാ ഇതിന്റെ ആൻസർ വരിക? ഏതാണ്? കുച്ച്, എന്തെങ്കിലും കൊടുക്കുക, കുറച്ച്. നമ്പർ ഒന്നും പറഞ്ഞിട്ടില്ല അവിടെ അല്ലേ? നമുക്കറിയാം നിശ്ചിതമാണെങ്കിൽ അതിന് കൃത്യമായൊരു നമ്പർ ഉണ്ടാവും. ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവിടെ ആ സെന്റൻസിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും അല്ലേ? നിജവാചകാണെങ്കിലോ അപ്പന അപ്പനെ അപ്പനി എന്നൊക്കെ പണ്ട് അവിടെ കുറച്ച് വേറെ സംഭവങ്ങളൊക്കെ കാണും. അപ്പൊ അതെന്തായിരിക്കാം ഇത്? എസ്, അനിശ്ചയവാചകം. എന്തെങ്കിലും കുറച്ചെന്തെങ്കിലും കൊടുക്കൂ എന്നാണ് പറയുക. വ്യാകരണിക ദൃഷ്ടിസെ സഹി വാക്യം. ഗ്രാമർ പരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് കറക്റ്റ് ആയിട്ടുള്ള വാക്യം ഏതാണ്? ലഡ്കേനെ കോശിഷ് കി, ലഡ്കേനെ മെഹനത്ത് കിയാ, ദെൻ സി ലഡ്കേനെ പരിശ്രം കി, ലഡ്കേനെ പ്രയത്ന കി. എന്താ ഇവിടെ വരിക? എന്താണ് ഇവിടെ വരുന്നത്? ഇവിടെ എന്താ വരിക? ലഡ്കേനെ കോശിഷ് കി. കോശിഷ് ശബ്ദം എന്ത് ശബ്ദമാണ്? കോശിഷ് ശബ്ദം. ദെൻ മെഹനത്ത്, മെഹനത്ത് കി എന്നാ വരണ്ടേ? യെസ്. ലഡ്കേനെ പരിശ്രം കി അല്ല വരണ്ടേ, പരിശ്രം കിയ. ദെൻ പ്രയത്ന കിയ, പ്രയത്ന കിയ എന്ന് വരണം. എന്തായിരിക്കാം കാരണം? എന്തായിരിക്കാം കാരണം? ഇത് ഈ പ്രയത്നവും പരിശ്രമവും പുല്ലിംഗ ശബ്ദമാണ്. ഇവിടെ കിയ എന്ന് വരണം. അപ്പൊ ലഡ്കേനെ മെഹനത്ത്, മെഹനത്ത് എന്ന് പറയുമ്പോൾ സ്ത്രീലിംഗ ശബ്ദമാണ്. അവിടെ കിയ എന്ന് വന്നിരിക്കുമ്പോൾ തെറ്റല്ലേ? കി അല്ലേ വരണ്ടേ? അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ലഡ്കേനെ കോശിഷ് കി. ക്ലിയർ ആയല്ലോ? അവിടെ ലഡ്ക അല്ല, ഏത് സബ്ജക്റ്റ് വന്നാലും കോശിഷാണ് വരുന്നതെങ്കിൽ കീന്നേ വരുള്ളൂ കേട്ടോ. അത് ശ്രദ്ധിക്കുക. സെന്റൻസ് ഭൂതകാലത്തിലാണ്, അതും ശ്രദ്ധിക്കണം. സിമ്പിൾ പാസ്റ്റിലാണ് കിടക്കുന്ന സെന്റൻസ്. ഓക്കെ, അപ്പോ വ്യാകരണിക ദൃഷ്ടി സെ സഹി വാക്യ ലഡ്കേനെ കോശിഷ് കി. ക്ലിയർ ആയല്ലോ? ബാഞ്ചേ ഗിൽ ജാന മുഹാവരെ കാ അർത്ഥ ഹെ. ബാഞ്ചേ ഗിൽ ജാന അല്ലേ? ബാഞ്ചേ ഗിൽ ജാന മാനെ ക്യാ ഹെ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുകളൊക്കെ അങ്ങ് വിടരുക എന്നാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള അർത്ഥം. എന്താ അതിന്റെ അർത്ഥം വരിക? ഫൂൽ ഗിൽ ജാന, പൂ വിടരുക. തേജീസെ ഉഡ് ജാന, ഭയങ്കര വേഗത്തിൽ പറക്കുക അല്ലെ? തേജീസെ ഉഡ് ജാന. പ്രസന്ന ഹോന, ക്രുദ്ധ ഹോന. ഏതാ അവിടെ വരിക? ഏതാ വരിക? നമുക്ക് നോക്കാം. അത്യധികമായിട്ട് സന്തോഷിക്കുക. ഏതാ അവിടെ വരിക? പ്രസന്ന ഹോന. അപ്പൊ അതങ്ങനെ തന്നെ പഠിച്ചു വെച്ചോട്ടോ. ബാഞ്ചേ ഗിൽ ജാന പ്രസന്ന ഹോന, അങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചോ. ബാഞ്ചേ ഗിൽ ജാന പ്രസന്ന ഹോന, അത്യധികം സന്തോഷിക്കുക, വളരെ നന്നായി സന്തോഷിക്കുക. ഓക്കെ, ഇൻമേ പ്രേംചന്ദ് സെ സംബന്ധിത് സഹി കഥൻ കോൺ ഹോന ഹെ. ഇതില് പ്രേംചന്ദിനോട് ബന്ധപ്പെട്ട കറക്റ്റ് ആയിട്ടുള്ള പറച്ചിൽ ഏതാണ്? കഥൻ. വേ ഹിന്ദി നാടക കെ ജനക് ദേ, गढ़ी बोली हिंदी के महाकवि, विचार विमर्श नामक ग्रंथ में उनके लेख संग्रहित है. वे पहले उर्दू में लिखते थे. അദ്ദേഹം ഹിന്ദി നാടകത്തിന്റെ ജനകനായിരുന്നു, പിതാവായിരുന്നു. ഗഡി ബോലി ഹിന്ദിയിലെ മഹാകവിയായിരുന്നു.
ദേ പിന്നെ പറയുന്നു വിചാര വിമർശനാമക് ഗ്രന്ഥമേ ഉൻകെ ലേഖ സംഗ്രഹീത് ഹെ. വിചാര വിമർശനം, ഒത്തിരിയേറെ വിമർശിക്കപ്പെട്ട ഇതിലെല്ലാം അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതാണോ? വേ പഹലെ ഉറുദുമേ ലിഖ്തേ. അദ്ദേഹം ആദ്യം ഉറുദുവിൽ എഴുതിയിരുന്നു. ആണോ? അതാണോ ശരി? പ്രേംചന്ദ് ആദ്യം എഴുതിയിരുന്നത് ഏതിലായിരുന്നു? നോക്കാം നമുക്ക് ഏതാന്ന്. വേ പഹലെ ഉറുദുമേ ലിഖ്തേ थे അല്ലേ? ധൻപത് റായ് അല്ലെ? ധൻപത് റായ് എന്ന കറക്റ്റ് പേര് അങ്ങനെയായിരുന്നു. പക്ഷെ ധനം അദ്ദേഹത്തെ സഹായിച്ചില്ല എന്നാ പറയാ. അതുകൊണ്ട് തന്നെ ആ പേരിനോട് അദ്ദേഹത്തിന് വലിയ പ്രതിപത്തി ഉണ്ടായില്ല. ആ പേരങ്ങ് മാറ്റി. ഓക്കെ. ഇൻമേ സഹി വാക്യ കോൺസാ ഹെ. ഇതിൽ കറക്റ്റ് വാക്യം ഏതാണ്? പ്രസാദ് और पंत छायावाद के कवि थे. प्रसाद और पंत छायावाद के कवियों थे. प्रसाद और पंत छायावाद की कवि थी. പ്രസാദ് और पंत छायावाद को कवियो धी. ഏതാണ് കറക്റ്റ്? കവി പുല്ലിംഗ ശബ്ദം കവി തന്നെയാണ് അല്ലെ? പിന്നെ രണ്ടുപേരുണ്ട് അല്ലെ? രണ്ടുപേരുണ്ട്. അപ്പൊ എന്താ വരും വരിക അവിടെ? പ്ലൂറലായിരിക്കും സെന്റൻസ് അവസാനിക്കണമെന്ന് നമുക്കൊരു ബോധ്യമുണ്ട് അല്ലെ? യെസ്. അപ്പൊ ഏതായിരിക്കാം സെന്റൻസ്? ഏതാണ്? പ്രസാദ് और पंत छायावाद के कवि थे. ഓക്കെ ഓക്കെ. അപ്പൊ കുറെ അധികം ചോദ്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു അല്ലെ? നമ്മൾ സിമ്പിൾ ആയിട്ട് എന്താ പഠിച്ചേ? നമ്മൾ സ്ത്രീലിംഗം ശബ്ദം പഠിച്ചു അല്ലെ? യെസ്. പാലും പാലുൽപ്പന്നങ്ങളും അല്ലെ? യെസ്. വെള്ളം, വെള്ളത്തിലുണ്ടാവുന്ന മുത്ത്, തൈര്, തൈരിൽ നിന്നുണ്ടാവുന്ന നെയ്യ്, ആകാശത്ത് പറക്കുന്ന പക്ഷി പഞ്ചി, ഇതെല്ലാം കാണുന്ന മനുഷ്യൻ ആത്മീ, ആ മനുഷ്യന്റെ മനസ്സ് ജി. ഇവയെല്ലാം പുല്ലിംഗ ശബ്ദങ്ങൾ ആകുന്നു. ഓക്കെ. അപ്പോ എത്രയും പെട്ടെന്ന് എല്ലാവരും എല്ലാം പഠിച്ച് നല്ല മിടുക്കരായിട്ട് മുന്നേറട്ടെ എന്ന് ആശംസിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.